ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണ്. റേഷൻ അരി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി റേഷൻ അരി കൊണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അതിനു വേണ്ടി 2 ഗ്ലാസ് അരി ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുണ്ട്. റേഷൻ വെള്ള അരിയാണ്, പുഴുക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുതിർത്തി കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇത് ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ നനവായിട്ടുണ്ട്. നനവ് കുറവാണെങ്കിൽ അല്പം വെള്ളം ഇതിലേക്ക് തളിച്ച് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പുട്ടുകുടത്തിൽ അല്പം വെള്ളം ഞാൻ വയ്ക്കുന്നുണ്ട്. ഇനി പുട്ട് കണയെടുത്ത് അതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് ഈ പൊടി വാരിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവി വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതിനകത്ത് കിടന്നിത് വേവട്ടെ. ഇപ്പോൾ പുട്ട് നല്ലതുപോലെ ആവി വന്ന് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പുട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.